ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കർപ്പൂരത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. സന്ധ്യാസമയങ്ങളിൽ വീടുകളിൽ കർപ്പൂരം കത്തിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ കാലങ്ങളിൽ നീർക്കെട്ടോ തലവേദനയോ ജലദോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിക്സോ ടൈഗർ ബാമോ ഒന്നും ഉപയോഗിക്കാതെ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രം ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഈ കർപ്പൂരം ഒന്ന് പൊടിച്ച് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് എവിടെയാണോ നീർക്കെട്ടുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ ജലദോഷമാണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൽ, തലവേദനയ്ക്ക് നെറ്റിയിൽ, ഇതൊക്കെ പിന്നെ കഫക്കെട്ടിനും ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വിട്ടുമാറാത്ത കഫക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നെഞ്ചത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് നല്ല മാറ്റം ഉണ്ടാവും. നമുക്ക് വിക്സോ ടൈഗർ ബാമോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു വേദനാ സംഹാരി കൂടിയാണത്. അതേപോലെ തന്നെ പിന്നെ ഇത് ഉപയോഗിച്ചിരുന്നത് ഈ എണ്ണ കുട്ടികൾ ഒക്കെ കളിക്കാൻ പുറത്തൊക്കെ ഇറങ്ങില്ലേ, തണുപ്പ് കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊതുവിൻ്റെ ശല്യം നല്ല ഉണ്ടാവും സന്ധ്യാസമയത്ത്. അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ ഇതിൻ്റെ മണം കാരണം കൊതുക് ശല്യം ഒട്ടും ഉണ്ടാവില്ല. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തലയിൽ ഈരും പേനും നിറയെ ഉണ്ടാവും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പടർന്നിട്ട് എല്ലാവരുടെ തലയിലേക്കും വരുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ വേരോടെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഇതേ എണ്ണ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ കർപ്പൂരം പൊടിച്ചിട്ടുള്ള അതേ എണ്ണ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കുട്ടികളുടെ തലയിൽ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേനിൻ്റെയും ഈരിൻ്റെയും ശല്യം ഒട്ടും ഉണ്ടാവില്ല. ഇനി പേനും ഈരൊന്നും ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും ആഴ്ചയിൽ 1 ദിവസം ഇത് തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരൊറ്റ സാധനം ഉപയോഗിച്ചാൽ മതി. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.